ധനരാജിനെ കൊന്നിട്ട് ആ ധനരാജിന്റെ ഭാര്യയോട് പറയാണ് ധനരാജിനത്തെ ലോണ് അത് ബാങ്കിൽ നിന്ന് കിട്ടുന്ന ശമ്പളം കൊണ്ട് വീട്ടാൻ പറയുന്ന നാണം കെട്ടൊരു പാർട്ടി. കെ രാഗേഷിന്റെ പത്രസമ്മേളനം ഞാൻ നിങ്ങൾ കണ്ടു. 1,10,00,000 രൂപ ധനരാജ് മരിച്ചിട്ട് ചെതകത്തി തീരുന്നതിന് മുമ്പ് ധനരാജിന്റെ ചെറിയ മോനെ, ആ പറക്കമില്ലാത്ത മകനെ, ധനരാജിന്റെ ആ കൊലപാതകത്തിന്റെ വാർത്ത വന്ന ദേശാഭിമാനി പത്രത്തിൽ കിടത്തിയിട്ട് അച്ഛന്റെ ഫോട്ടോ വന്ന പത്രത്തിൽ മകൻ കിടന്നുറങ്ങുന്നു എന്ന വൈകാരികത ഉണർത്തിയിട്ട് 1,10,00,000 രൂപ പിരിച്ചിട്ട് അതിൽ കേവലം 34 ലക്ഷം രൂപയ്ക്ക് ആ കണക്കെന്ന് പറഞ്ഞത് അബ്ദുൽ റഷീദല്ല, ഈ നേതാക്കന്മാരല്ല, CPM-ന്റെ ഏരിയ സെക്രട്ടറി ആയിരുന്ന പിന്നീട് സെറ്റിൽ ചെയ്യാൻ ജില്ലാ കമ്മിറ്റി അംഗമാക്കിയ കുഞ്ഞിക്കച്ചനാണ്. നാണം കെട്ടൊരു പാർട്ടി. ഇതിനേക്കാൾ ഭേദം ധനരാജിന്റെ ചിതയിൽ വെച്ച രക്തസാക്ഷിത്വത്തിന്റെ പച്ചയടച്ചി അത് മാഞ്ചിട്ട് നിന്നതാണല്ലോ CPM-കാരാ എന്ന് മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. 1 കോടി രൂപ അടിച്ചു മാറ്റിയ പയ്യന്നൂർ MLA പാർട്ടി ഓഫീസിന് പേരിൽ അഴിമതിയാണ്. നാട്ടിലേത് ഫണ്ട് നടന്നാലും അതിന്റെ കണക്ക് CPM-ൽ അറിയണം. പക്ഷേ രക്തസാക്ഷികളുടെ ഫണ്ട് മുക്കിയിട്ട് ആ പാവം വിധവ ഞാൻ അവസാനിപ്പിക്കാണ്, വെല്ലുവിളിച്ച് ചോദിക്കാണ്, ധൈര്യമുണ്ടോ CPM-ന് കെ രാഗേഷിന് ധനരാജിന്റെ ഭാര്യയെ കൊണ്ടുവന്ന് ഒരു പത്രസമ്മേളനം നടത്തിയിട്ട് എന്റെ ഭർത്താവിന്റെ പേരിൽ പിരിച്ച പൈസ പാർട്ടി അടിച്ചു മാറ്റിയിട്ടില്ല, MLA അടിച്ചു മാറ്റിയിട്ടില്ല, അല്ലെങ്കിൽ പയ്യന്നൂർ ഏരിയ സെക്രട്ടറി സന്തോഷ് അതിൽ നിന്ന് പൈസ എടുത്തിട്ടില്ല എന്ന് ധനരാജിന്റെ ഭാര്യയെ കൊണ്ടോ ധനരാജിന്റെ പറക്കമില്ലാത്ത 2 മക്കളെ കൊണ്ടോ മാധ്യമങ്ങളുടെ പൊതുസമൂഹത്തിന്റെ മുന്നിൽ നിന്ന് പറയിപ്പിക്കാൻ ആണൊരുത്തൻ CPM-ന്റെ തറവാട്ടിലുണ്ടോ എന്ന് ഞങ്ങൾ വെല്ലുവിളിക്കുകയാണ്. ഞങ്ങൾ പോരാടുകയാണ്. ആ പോരാട്ടം CPIM-ന്റെ രക്തസാക്ഷികളുടെ നീതിക്ക് വേണ്ടിയാണ്. അവർക്ക് വേണ്ടി പിരിവെടുത്ത പൈസ അതടിച്ചു മാറ്റിയ കൊള്ളക്കാർക്കെതിരെയാണ്. അതുകൊണ്ട് ഈ കള്ളന്മാരെ, ഈ അഴിമതിക്കാരെ, ഉച്ചൂടും മുടിച്ചു ഭരിക്കുന്നവരെ, ശബരിമലയിൽ സ്വർണ്ണപ്പാളി പോലും അടിച്ചു മാറ്റിയ പിണറായി വിജയന്റെ സംരക്ഷണത്തിൽ കഴിയുന്ന പെരുങ്കള്ളന്മാരെ, ഈ പയ്യന്നൂരിലെ രക്തസാക്ഷി ഫണ്ട് ബുക്കുകളെ ഈ നാട് മുഴുവൻ തുറന്നു കാണിക്കാൻ ഞങ്ങൾ പോരാടുകയാണ്. ഈ ജില്ല മുഴുവൻ ഞങ്ങൾ ഒരു ബോർഡ് തകർക്കാൻ നിങ്ങൾ ആവേശം കാണിച്ചെങ്കിൽ 1000 ബോർഡുകൾ ഈ ജില്ലയിൽ ഞങ്ങളുടെ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ വരും. അതിന്റെ ആദ്യപടിയായി അതേ പോസ്റ്റർ, നിങ്ങൾ നശിപ്പിച്ച പോസ്റ്റർ, നിങ്ങളുടെ രക്തസാക്ഷികളുടെ ചിത്രമുള്ള പോസ്റ്റർ, ആ പോസ്റ്റർ ഈ കണ്ണൂർ നഗരത്തിനകത്ത് ഞങ്ങൾ പ്രചരണം നടത്തുകയാണ്. ഇനിയുള്ള ദിവസങ്ങളിൽ തെരഞ്ഞെടുപ്പ് കാലമാണ്. ഈ ജില്ലയിൽ പ്രചരണ രംഗത്ത് നിങ്ങളുടെ ഈ രക്തസാക്ഷി ഫണ്ട്